ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്ക് ഡെക്കറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. ഐസിങ് ബോർഡേഴ്സ് എങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാന്നുള്ളതാണ്. അപ്പോൾ ഐസിങ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്കിൻ്റെ ബോട്ടം സൈഡിലും അതുപോലെ തന്നെ കേക്കിൻ്റെ ടോപ്പിലുള്ള എൻഡ് സൈഡിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ക്ലോസ്ഡ് സ്റ്റാർ ടിപ്പ് അല്ലെങ്കിൽ ചിലരൊക്കെ റൗണ്ട് ടിപ്പ് ഉപയോഗിക്കാറുണ്ട്. അത് വെച്ച് ചെയ്യുന്ന ഒരു ചെറിയ ഡെക്കറേഷൻ. അത് എപ്പോഴും ചെറിയ നോസിൽ വേണം അതിനായിട്ട് ഉപയോഗിക്കാൻ, വലിയ നോസിൽ വെച്ചിട്ട് ചെയ്യരുത്. പിന്നെ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു ക്ലോസ്ഡ് സ്റ്റാർ ടിപ്പാണ്. അപ്പോൾ അത് സ്റ്റാർ വരുമ്പോൾ 5 അല്ലെങ്കിൽ 6 അങ്ങനെ ഉള്ള കണക്കൊന്നുമില്ല. കുറച്ച് കൂടുതൽ ഒരു 10-12 ഓപ്പണിങ്സ് ഉള്ള സ്റ്റാർ ടിപ്പ് എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വലിയ ടിപ്പ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ടിപ്പിന് ഒരു 10-15 ഓൾമോസ്റ്റ് 15 ഓപ്പണിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഏത് ക്രീമാണോ ഉപയോഗിക്കുന്നത്, വിപ്ഡ് ക്രീമോ അതല്ലെങ്കിൽ ബട്ടർ ക്രീമോ ഏതാണ് ഉപയോഗിക്കുന്നത് അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായതുകൊണ്ട് തന്നെ ഇത് കേക്കിലല്ല ഞാൻ ചെയ്ത് കാണിക്കുന്നത്, ഒരു പ്ലേറ്റിനകത്ത് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് പ്ലേറ്റിന് പകരം നിങ്ങൾക്കിപ്പോൾ കേക്കിൽ ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കേക്ക് ടിൻ ഉണ്ടല്ലോ, കേക്ക് ടിൻ എടുത്തിട്ട് മറച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ മുകളിൽ ടോപ്പിലും ഒക്കെ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മതി. ഒരു 2-3 തവണ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നല്ല പ്രാക്ടീസായിട്ട് കിട്ടും. ഈ സ്റ്റാർ ടിപ്പ് വെച്ച് ചെയ്യുന്നത് തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള 3-4 രീതികളാണ് ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് സ്റ്റാർ ടിപ്പ് ഒരു പൈപ്പിംഗ് ബാഗിനകത്തേക്കിട്ട് ഞാനിപ്പോൾ വിപ്ഡ് ക്രീം വെച്ചിട്ടാണിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് നമ്മൾ ഒട്ടുമിക്ക കേക്കുകളിലും കാണുന്ന 1-2 ബോർഡേഴ്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമ്മൾ കൈയിൻ്റെ മുട്ടുകൈ നമ്മൾ എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇതിന് പോസ് ചെയ്തിട്ട് നമ്മൾ മുട്ടുകൈ അവിടെ സ്റ്റേണായിട്ട് നിർത്തുക. അതിന് ശേഷം നമ്മൾ കേക്കിലെ ബേസിൽ അല്ലെങ്കിൽ മുകളിൽ വരുന്ന ഒരു സ്ഥലത്ത് മുട്ടിച്ചിട്ട് വെക്കുക. അങ്ങനെ അതിനകത്ത് നമ്മൾ ഈ ടിപ്പ് മുട്ടി നിൽക്കണം. അതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പൈപ്പിംഗ് ബാഗ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു ഫ്ലവറാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ബോർഡർ ചെയ്യുമ്പോൾ വലിയ ടിപ്പ് എടുക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ വലിയതാക്കിയിട്ട് ബോർഡർ ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ ഫസ്റ്റിൽ വലുതും പിന്നെ ചെറുതും ചെയ്യുമ്പോൾ ഫസ്റ്റിലത്തേത് കുറച്ചധികം പ്രസ് ചെയ്യുക, രണ്ടാമത്തേത് അത്ര തന്നെ പ്രസ് ചെയ്യാതെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാകുന്നു കരുതുന്നു. ഇനി സെക്കൻഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അതേ മെത്തേഡിൽ തന്നെ കുറച്ചൊന്ന് നമ്മുടെ കേക്കിൽ അത്രയ്ക്ക് അങ്ങ് ടച്ച് ചെയ്യാതെ ജസ്റ്റ് ഒരു 1/2 സെൻറ്റിമീറ്ററൊക്കെ വിട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് താഴേക്ക് വലിക്കുക. എന്നിട്ട് ആ താഴേക്ക് വലിച്ച ഭാഗത്തു നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക. അങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ട് ചെയ്യാം. ഇനി മറ്റൊന്ന് പൊതുവെ നമ്മൾ അധിക കേക്കുകളും കാണുന്ന ഒരു ബോർഡറാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്, ഷെൽ ബോർഡർ. ഇത് നമ്മൾ നേരത്തെ അതുപോലെ തന്നെയാണ്. നന്നായി ഒന്ന് പ്രസ് ചെയ്യുക, കേക്കിൽ ടച്ച് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മുകളിൽ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് താഴേക്ക് വലിക്കുക. എന്നിട്ട് ആ വലിച്ച എൻഡിൽ വെച്ചിട്ട് തന്നെ വീണ്ടും ചെയ്തെടുക്കുക. അതാണ് ഷെൽ ബോർഡർ. പിന്നെ ഇത് അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു വ്യത്യാസമുള്ളൊരു രൂപം. നിങ്ങളിത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-2 തവണ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ഇത് കേക്കിൽ ടച്ച് ചെയ്യാതെ ചെയ്യുന്നൊരു ഫ്ലവറാണ്. ജസ്റ്റ് കേക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ നോസിൽ വെച്ചിട്ട് കുറച്ചധികം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഫ്ലവർ വരും.
അപ്പോൾ ഞാൻ ഈ ഷെൽ ബോർഡർ ഒന്നുകൂടെ ഇവിടെ ചെയ്ത് കാണിക്കുകയാണ്. നമ്മളൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ മുകളിലേക്ക് വലിക്കാതെ സൈഡിലേക്കായിട്ട് വലിക്കുക. എന്നിട്ട് ആ വലിച്ച ഭാഗത്ത് അടുത്തത് പ്രസ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വലിക്കുക. അങ്ങനെയാണ് ഷെൽ ബോർഡർ ചെയ്തെടുക്കേണ്ടത്. ഞാൻ ചെയ്തതെല്ലാം നമ്മൾ കേക്കിൻ്റെ സൈഡിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. മുകൾ ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ, ബോട്ടം സൈഡിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതുപോലെ പ്ലേറ്റിൽ കാണിച്ചതുപോലെ, അപ്പോൾ നിങ്ങൾക്ക് ആ കേക്കിൽ ചെയ്യുന്ന കറക്റ്റ് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതൊരു കൃത്യമായിട്ടുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ പിന്നീട് കേക്കിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് വിപ്ഡ് ക്രീമിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് ബട്ടർ ക്രീമാണ്. കാരണം അതാകുമ്പോൾ കുറച്ചുകൂടെ കുറേ സമയം കൂടെ ഒന്ന് സ്റ്റേണായിട്ട് ആ ഒരു നമ്മളെങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ തന്നെ നിൽക്കുമല്ലോ. ഇത് വിപ്ഡ് ക്രീം ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർ ടിപ്പ് വെച്ചിട്ട് ക്ലോസ്ഡ് സ്റ്റാർ ടിപ്പ് വെച്ച് ചെയ്യാവുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു 4-5 ബോർഡേഴ്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ട് ടിപ്പ് വെച്ചിട്ടും മറ്റു ടിപ്പുകളൊക്കെ വെച്ചിട്ട് ലീഫ് ടിപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാറുണ്ട്. അതുപോലെയുള്ളതൊക്കെ ഇനി അങ്ങനെയുള്ളത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മറ്റൊരു എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളൊന്ന് 1-2 തവണ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ വിപ്ഡ് ക്രീം പിന്നീട് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് കേക്കിൽ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.